വ്യത്യസ്തവും രസകരവുമായ അറിവുകൾ നിറഞ്ഞ വീഡിയോകൾ നിങ്ങൾക്ക് മുന്നിലെത്തുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തുക. അഡോബ് ഇൻഡിസൈൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത് ടെക്സ്റ്റിൻ്റെ ഫോർമാറ്റിംഗ് ഓപ്ഷനെ കുറിച്ചായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ആ ടെക്സ്റ്റിൻ്റെ ഫോർമാറ്റിംഗ് ഓപ്ഷനുമായി ബന്ധപ്പെടുന്ന മറ്റു ചില ഓപ്ഷനുകളെ കുറിച്ച് മനസ്സിലാക്കാം. ഈ രീതിയിലൊരു പേജ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഓപ്പൺ ചെയ്തിരിക്കുന്ന പേജിന് ഇപ്പോൾ ഒരൊറ്റ കോളം മാത്രമേ നമ്മളിവിടെ കാണുന്നുള്ളൂ. ഇൻസൈഡിൽ ഒരൊറ്റ കോളം മാത്രമേ കാണുന്നുള്ളൂ. നമ്മൾ പറഞ്ഞു മൾട്ടിപ്പിൾ കോളം നമ്മൾക്കിവിടെ വേണമെങ്കിൽ, കൂടുതൽ കോളങ്ങൾ നമുക്കിവിടെ ആവശ്യമാണ് എങ്കിൽ നമ്മൾ കോളം ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആവശ്യമാണ് എങ്കിൽ നമ്മൾ ലേഔട്ട് മെനുവിനകത്ത് പോയിട്ട് അവിടുന്ന് മാർജിൻസ് ആൻഡ് കോളംസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതേപോലൊരു വിൻഡോ കിട്ടും. ഇവിടെ നിന്ന് എനിക്ക് ആവശ്യമായ കോളങ്ങളുടെ എണ്ണം കൂട്ടി കൊടുക്കാൻ പറ്റും. എനിക്കിപ്പോൾ ഈ പേജിനകത്തൊരു 3 കോളങ്ങൾ വേണമെങ്കിൽ ഞാനിവിടെ ഈ കോളംസ് എന്ന് കാണുന്നിടത്ത് നമ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അവിടെ ഈ ആരോ മാർക്കിൽ 2 ആരോ മാർക്ക് കാണാം, മുകളിലും താഴെയുമായിട്ട്. ആ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ കോളങ്ങളുടെ എണ്ണം നമുക്കവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ 3 എന്ന് സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി 3 കോളങ്ങൾ എനിക്ക് ലഭിച്ചതായി കാണാൻ പറ്റും. നേരത്തെ ഒരു കോളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം 3 കോളങ്ങൾ ലഭിച്ചതായിട്ട് കാണാൻ പറ്റും. നമ്മൾ ഈ കോളങ്ങൾ സെലക്ട് ചെയ്യുന്ന അതോടൊപ്പം തന്നെ മാർജിൻ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനകത്തുണ്ട്. മാർജിൻ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഈ വർക്ക് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്ക്, അങ്ങനെയുള്ള വീഡിയോ പറയുന്ന സമയത്ത് മാർജിനെ കുറിച്ച് ഒന്നുകൂടെ വിശദമായി പറയാം. ഇപ്പം നമ്മൾ കോളവും അതുമായി ബന്ധപ്പെടുന്ന 1-2 ഓപ്ഷനുകളെ കുറിച്ച് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ 3 കോളം കൊടുത്തു, ഓക്കെ കൊടുത്തു. എടുക്കേണ്ടത് ലേഔട്ട് എന്ന് പറയുന്ന മെനുവിൽ നിന്നാണ്. മാർജിൻസ് ആൻഡ് കോളംസ് ആണ് ഓപ്ഷൻ. അതെടുത്തിട്ടാണ് ഞാനിവിടെ കോളംസ് കൊടുത്തത്. അപ്പോൾ 3 കോളങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കോളത്തിനുള്ളിലേക്ക് ഞാൻ മാറ്റർ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. മാറ്റർ അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഓൾറെഡി മാറ്റർ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ച ഒരു മാറ്ററാണ്. അപ്പോൾ ഈ മാറ്റർ ഞാനിവിടെ പ്ലേസ് ചെയ്തപ്പോഴത്തേക്ക് ഇതാ ഇവിടെ നോക്കുക, ഇവിടെ ഒരു പ്ലസ് പോയിൻ്റ് കാണുന്നുണ്ട്. അപ്പോൾ ഈ പ്ലസ് പോയിൻ്റ് കാണുന്നതിൻ്റെ സൂചന എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കിയായി ഇനിയും താഴോട്ട് മാറ്റർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ഈ സെലക്ഷൻ പോയിൻറ്റിൽ ക്ലിക്ക് ചെയ്ത് താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ ആ മാറ്റർ ഇവിടെ ഫില്ലാവും. ആ റെഡ് മാർക്ക് ഇവിടെ നിന്ന് പോയതായിട്ടും കാണാൻ സാധിക്കും. ഇപ്പോൾ റെഡ് മാർക്കില്ല. അപ്പോൾ ഇതുപോലെ മാറ്റർ ഇന്ന് ഞാൻ കുറച്ചുകൂടെ മുകളിലോട്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അവിടെ റെഡ് മാർക്ക്, പ്ലസ് മാർക്ക് റെഡ് കളറിൽ വരുന്നതാണ്. അത് ഒഴിവാക്കാൻ ഞാൻ താഴോട്ട് വലിച്ചു വിട്ടാൽ മതി. ആ മാറ്റർ അവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഈ മാറ്റർ ഞാൻ ഇവിടുന്ന് ടെക്സ്റ്റ് ടൂൾ കൊണ്ട് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഞാൻ കോപ്പി ചെയ്തു. റൈറ്റ് ബട്ടൺ, ഇതിനകത്ത് തന്നെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോപ്പി എടുക്കാം. അല്ലെങ്കിൽ എഡിറ്റ് മെനുവിൽ പോയി കോപ്പി എടുക്കാം. എടുത്തതിന് ശേഷം ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു. ഈ മാറ്റർ തീരുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്തിട്ട് അവിടെ Ctrl+V കൊടുത്ത് അവിടെ പേസ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഒരു സെക്ഷൻ കൂടെ അതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇതിന് ഞാൻ 2 പാരഗ്രാഫുകളായിട്ട് ഇങ്ങനെ മാറ്റി വയ്ക്കാം. മനസ്സിലാവാൻ വേണ്ടിയിട്ട് 2 പാരഗ്രാഫായിട്ട് തിരിച്ചു വച്ചിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് അടുത്ത പാരഗ്രാഫിൻ്റെ പോർഷൻ ഞാൻ നേരത്തെ ചെയ്തതുപോലെ ഇതിൻ്റെ പകുതിയല്ല, ഒരു 3/4 ഭാഗത്തോളം കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന മാറ്ററിനെ എനിക്ക് അടുത്തൊരു കോളത്തിലേക്ക് കൊണ്ടുപോകണം. അതായത് ഞാൻ ഈ പ്ലസ് മാർക്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതേപോലെ കിട്ടും. ഈ മൗസിൻ്റെ കഴ്സറിൽ ഇതേപോലെ ആ മാറ്റർ എനിക്ക് കിട്ടുന്നതാണ്. അതിന് ഞാൻ അടുത്ത കോളത്തിൽ കൊണ്ടുവന്നത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, അവിടെ അത് പേസ്റ്റ് ആയിക്കോളും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് പറയുന്നത് കണ്ടില്ലേ, ഇങ്ങനെ അറ്റം വരെ സെലക്ഷൻ വന്ന് നിൽക്കും. നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താണ് നിർത്തുന്നതെങ്കിൽ നമ്മൾ ഡ്രാഗ് ചെയ്യുന്ന അത്രയും പോർഷൻ മാത്രമേ സെലക്ഷൻ നിൽക്കുള്ളൂ. അല്ലാതെ ആകുമ്പോഴത്തേക്ക് ഇത് ഫുള്ളായിട്ട് സെലക്ഷൻ വന്ന് നിൽക്കും. അപ്പോൾ നമ്മൾ സെലക്ഷൻ കുറച്ച് വെക്കേണ്ടതായിട്ട് വരും. ഇനി ഇതിനെ ഞാനിവിടെ ഈ രണ്ടാമത്തെ ഈ കോളത്തിൽ വെച്ചു. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ കുറച്ചുകൂടെ ചെറുതാക്കി വിടുകയാണ് മാറ്ററിനെ, കണ്ടില്ല. അപ്പോൾ ഇവിടെ പ്ലസ് മാർക്ക് വന്നു. അപ്പോൾ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ ഈ സെൻട്രലിലെ കോളത്തിൽ വെച്ചു. അപ്പോൾ ഇങ്ങനെ 2 കോളത്തിൽ അപ്പുറവും ഇപ്പുറമായിട്ട് ഇതിൻ്റെ ബാക്കി എന്ന് പറയുന്നത് ഈ 3ാമത്തെ കോളത്തിൽ നിൽക്കുന്നതാണ്. അതിൻ്റെ ബാക്കി എന്ന് പറയുന്നത് ഈ 2ാമത്തെ കോളത്തിൽ നിൽക്കുന്നതാണ്. പക്ഷെ നമുക്കത് കൺഫ്യൂസ്ഡ് ആയി പോവും. ഏത് കോളത്തിലാണ് ഏതിൻ്റെ ബാക്കിയാണ് നിൽക്കുന്നത് എന്ന് ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയി പോവും. അങ്ങനെ വരുന്ന സമയത്ത് ആ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പം
ഒരു മാർഗമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വ്യൂ മെനുവിൽ പോയിട്ട് ഇവിടെ ഷോ ടെക്സ്റ്റ് ത്രെഡ് Alt Control Y എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഒരു ലിങ്ക് നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഒരു പാരഗ്രാഫിൻ്റെ ബാക്കി എവിടെയാണ് നിൽക്കുന്നത്, അതിൻ്റെ ബാക്കി എവിടെയാണ് നിൽക്കുന്നതെന്നൊരു ലിങ്ക് കിട്ടും. ഇപ്പോൾ ഇവിടെ ലിങ്ക് കിട്ടിയിരിക്കുന്നത് നോക്കുക. ഒന്നാമത്തതിൻ്റെ ലിങ്ക് കണ്ടില്ലേ, ഒന്നാമത്തെ പാരഗ്രാഫിൻ്റെ ലിങ്ക് നിൽക്കുന്നത് ഈ രണ്ടാമത്തെ കോളത്തിലല്ല, മൂന്നാമത്തെ കോളത്തിലാണ് പോയി നിൽക്കുന്നത്. ആ മൂന്നാമത്തെ കോളത്തിൻ്റെ ലിങ്ക് നിൽക്കുന്നത് രണ്ടാമത്തെ കോളത്തിലാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇതേപോലെ നമ്മളിങ്ങനെ എടുത്ത് ക്ലിക്ക് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആ ലിങ്ക് ഓട്ടോമാറ്റിക്കലായിട്ട് മാറി വരും. ഇതാണ് ഈ ഓപ്ഷൻ്റെ പ്രത്യേകത. ഈ ഓപ്ഷൻ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് സൂചിപ്പിച്ചത്. അപ്പോൾ ഇതിന് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ആ ലിങ്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ വരും. കണ്ടില്ലേ, ചെറുതായിട്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ട് ലിങ്ക്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോവും. നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ മാത്രമേ ആ ലിങ്ക് വരുള്ളൂ. ഈ ലിങ്ക് വേണ്ട എങ്കിൽ നമ്മൾ തിരിച്ച് അതേപോലെ തന്നെ വ്യൂ മെനുവിൽ പോയിട്ട് ഹൈഡ് ടെക്സ്റ്റ് ത്രെഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ ത്രെഡ് അങ്ങ് പോകും. അപ്പോൾ നമുക്ക് ഈ കൺഫ്യൂഷൻ മാറി കിട്ടും. ഏത് പാരഗ്രാഫാണ് ഇതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ ബാക്കിയായിട്ട് നിൽക്കുന്നത്, സെക്കൻഡ് കോളത്തിൽ നിൽക്കുന്നതാണോ അതോ തേർഡ് കോളത്തിൽ നിൽക്കുന്ന മാറ്ററാണോ ബാക്കി എന്നുള്ളത് കൺഫ്യൂഷൻ മാറി കിട്ടുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല ഇതെവിടെയാണ് എങ്ങനെയാണ് വന്നതെന്നൊന്നും അറിയാൻ കഴിയില്ല. ആ ഒരു ഓപ്ഷൻ ചെയ്ത് നോക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇതേ രീതിയിൽ ഫുള്ളായിട്ട് ഞാൻ സെലക്ഷൻ നിർത്തിയതിന് ശേഷം ഇത്രയും സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ കോപ്പി എടുത്തു, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോപ്പി എടുത്തു, അവിടെ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് എൻ്റർ ചെയ്ത് ടാബ് അടിച്ചതിന് ശേഷം അവിടെ പേസ്റ്റ് ചെയ്യുക. അതങ്ങനെ ഫുള്ളായിട്ട് ഞാൻ പേസ്റ്റ് ചെയ്യുകയാണ്. കുറേ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പേജും കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഒന്നാമത്തെ പേജും കഴിഞ്ഞ് നിൽപ്പുണ്ട്. അത് ഇവിടെ ഒരു പ്ലസ് മാർക്ക് കണ്ടാൽ മനസ്സിലാവും ഒന്നാമത്തെ പേജും കഴിഞ്ഞ് മാറ്റർ നിൽക്കുകയാണ്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ ഒരു കോളത്തിലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഒരു കോളത്തിലാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോളത്തിലാക്കി മാറ്റിയിട്ട് ഇതിൻ്റെ ബാക്കി നോക്കുക. ഞാൻ ഈ പ്ലസ് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങെടുത്തു. ഇപ്പോൾ എൻ്റെ കയ്യിൽ നിൽക്കുകയാണത്, ഈ കഴ്സറിൽ നിൽക്കുകയാണ്, കണ്ടല്ലോ. ഇത് ഞാൻ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് രണ്ടാമത്തെ കോളത്തിൽ കൊണ്ടുവന്ന് ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ടാമത്തെ കോളത്തിൽ മാത്രമേ അത് ഫില്ലാവുകയുള്ളൂ. ഫില്ലായതിനു ശേഷം ഏറ്റവും ലാസ്റ്റിൽ വന്നിട്ട് വീണ്ടും ഒരു പ്ലസ് മാർക്കോടുകൂടി അവിടെ നിൽക്കും. എന്നാൽ അത് ചെയ്യുന്നതിന് പകരം ഞാൻ അതിനെ അൺഡു ചെയ്തു. അൺഡു ചെയ്തതിന് ശേഷം ഇപ്പോൾ ഈ കഴ്സറിൻ്റെ ബാലൻസ്, ഈ കഴ്സറിൽ ആ മാറ്റർ നിൽക്കുന്നുണ്ട്. ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് രണ്ടാമത്തെ കോളത്തിൽ പോയി ഫില്ലായി, ബാലൻസ് ഉള്ളത് മൂന്നാമത്തെ കോളത്തിലും ഫില്ലായിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ വെറുതെ ക്ലിക്ക് ചെയ്താൽ ആ ഒറ്റ കോളത്തിൽ മാത്രമേ ഫില്ലാവുള്ളൂ. മൂന്നാമത്തെ കോളത്തിലെന്ന് മാത്രമല്ല, മൂന്നാമത്തെ കോളം ഫില്ലായി, അതിനുശേഷം അടുത്തൊരു കോളം ക്രിയേറ്റ് ചെയ്ത് ആ കോളത്തിലേക്കും പോവും. കണ്ടല്ലോ, നമ്മൾ നേരത്തെ ഒരു കോളമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഇതാ രണ്ടാമത്തെ ഒരു കോളം കൂടെ വന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. രണ്ടാമത്തെ കോളത്തിൽ വന്ന് ഫില്ലായി, അതിൽ നിന്നും ബാലൻസ് ഉള്ളത് മൂന്നാമത്തെ കോളത്തിൽ വന്ന് ഫില്ലായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പം നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ടാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി പേജുകൾ കൂടി ആ ഓരോ പേജുകളിലും ചെന്ന് പേസ്റ്റ് ആവുന്നതാണ്. ഇതാണ് ആ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത. പേസ്റ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. വെറുതെ ക്ലിക്ക് ചെയ്താൽ ആ ക്ലിക്ക് ചെയ്യുന്ന കോളത്തിനകത്ത് മാത്രം നിൽക്കും. ഷിഫ്റ്റ് കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ കോളത്തിൽ ഫില്ലായി ബാലൻസ് ഉണ്ടെങ്കിൽ അടുത്ത കോളത്തിലേക്കും പോയി ഫില്ലാവുന്നതാണ്. ഇതാണ് നമ്മൾ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് ഇവിടെ നോക്കുന്നത്, ടെക്സ്റ്റിൻ്റെയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഓപ്ഷൻ. അപ്പോൾ ഞാനിതെല്ലാം അൺഡു കൊടുത്ത് ഡിലീറ്റ് ചെയ്യുകയാണ്. ഞാനിവിടെ ഒരു വേർഡ് ടൈപ്പ് ചെയ്യുകയാണ്. ഇൻഡിസൈൻ എന്ന് പറയുന്ന വേർഡ് ഞാനിവിടെ ടൈപ്പ് ചെയ്തു. ഞാൻ അതിൻ്റെ ടെക്സ്റ്റിൻ്റെ അളവൊന്ന് കൂട്ടി കൊടുക്കുകയാണ്. ഇവിടെ ഒരു 72 എന്ന് പറയുന്ന അളവിലേക്ക് ടെക്സ്റ്റിന് മാറ്റിയിട്ടുണ്ട്. അത് ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അടുത്തൊരു ടെക്സ്റ്റിൻ്റെ കോളം ഇതേപോലെ തന്നെ വരച്ചിട്ട് അവിടെയും ഞാൻ ഇൻഡിസൈൻ എന്ന് ടൈപ്പ് ചെയ്തു. അതങ്ങനെ നിന്നോട്ടെ. നമുക്ക് ഈ കോളത്തിനകത്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തതിന് ശേഷം ആ ഒന്നാമത്തെ കോളത്തിനകത്ത് ടൈപ്പ് ചെയ്ത വേർഡിൽ ആദ്യം ചെയ്തത് അതിൻ്റെ ഫോണ്ടിൻ്റെ സൈസിനെ മാറ്റി. ഇൻഡിസൈൻ എന്നുള്ള എഴുതിയിരിക്കുന്ന ഫോണ്ടിൻ്റെ സൈസ് 72ലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ 72ലേക്ക് മാറ്റിയത് മാത്രമല്ല, ഇതിൻ്റെ ടൈംസ് ന്യൂ റോമൻ എന്ന് പറയുന്ന ഫോണ്ടിൻ്റെ പേരും ഞാൻ മാറ്റിയാണ് ഉള്ളത്. പേരും മാറ്റി വേറൊരു പേര് കൊടുക്കുന്നു.
സ്റ്റെൻസിൽ സ്റ്റഡ് എന്ന് പറയുന്നൊരു ഫോണ്ടിൻ്റെ പേര് കൊടുക്കുന്നു. കണ്ടില്ലേ? അപ്പോൾ ഫോണ്ടിൻ്റെ സ്റ്റൈൽ മാറിയിട്ടുണ്ട്. ഇനി കൊടുക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു കളർ കൊടുക്കണം. എനിക്ക് റെഡ് കളറാണ് എനിക്ക് ഇവിടെ കൊടുക്കാൻ താല്പര്യം. ഞാൻ റെഡ് കളർ സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഫോണ്ടിൻ്റെ കളർ ഇവിടെ നിന്ന് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി ഫോണ്ടിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിന് അണ്ടർലൈൻ കൂടെ കൊടുക്കണമെങ്കിൽ ഇവിടെ ഈ അണ്ടർലൈൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതിന് അണ്ടർലൈൻ കൂടെ വന്നിട്ടുണ്ട്. ഇത്രയും ഓപ്ഷനുകൾ, ഒന്ന് ഫോണ്ടിൻ്റെ സൈസ് 72ലേക്ക് മാറ്റി, അതോടൊപ്പം തന്നെ ഫോണ്ടിൻ്റെ സ്റ്റൈൽ മാറ്റി, സ്റ്റെൻസിൽ സ്റ്റഡ് എന്ന് പറയുന്ന ഫോണ്ട് സെലക്ട് ചെയ്തു, പിന്നെ അതിൻ്റെ കളർ മാറ്റി, അണ്ടർലൈൻ കൊടുത്തു. ഇത്രയും ഓപ്ഷൻ നമ്മൾ ഈ ഫോണ്ടിൽ എന്തൊക്കെ ഓപ്ഷൻസ് ചെയ്തിട്ടുണ്ടോ അത് ഏത് ഫോണ്ടിൽ വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഒരു വേർഡിൽ എന്തൊക്കെ ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടോ, ഇപ്പോൾ നമ്മൾ കൊടുത്തത് സൈസ് കൂട്ടി, ഫോണ്ടിൻ്റെ പേര് മാറ്റി, ഫോണ്ടിൻ്റെ കളർ മാറ്റി, അതുപോലെ തന്നെ ഫോണ്ടിൻ്റെ അണ്ടർലൈൻ കൊടുത്തു, അതെല്ലാ ഓപ്ഷനുകളും അതിൻ്റെ ആ വേർഡിന് നമ്മൾ കൊടുത്ത ഫോർമാറ്റ് ഓപ്ഷൻസ് ആണ്. അപ്പോൾ ആ ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് എല്ലാം മറ്റൊരു വേർഡിനും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഓരോന്നോരോന്നായിട്ട് സെലക്ട് ചെയ്യേണ്ട, ജസ്റ്റ് ഒറ്റ ക്ലിക്കിൽ തന്നെ കൊടുക്കാനായിട്ട് പറ്റും. അതേ എഫക്റ്റുകൾ മറ്റൊരു വേർഡിൽ ഒറ്റ ക്ലിക്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മളിവിടെ സ്വാച്ചസ് എന്ന് പറയുന്ന ഈ സ്വാച്ചസ് പാലറ്റ് കാണുക. ഈ സ്വാച്ചസ് പാലറ്റ് ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണ്. ഇവിടെ 2 ഓപ്ഷനുകളുണ്ട്. ഇവിടെ ഫില്ലിംഗ് ഓപ്ഷനുമുണ്ട്, ടെക്സ്റ്റിൻ്റെ ഓപ്ഷനുമുണ്ട്. ഞാൻ ഇതിൽ ടെക്സ്റ്റിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഐ ഡ്രോപ്പർ ടൂൾ കൊണ്ട് ഈ ടെക്സ്റ്റിൻ്റെ പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ഐ ഡ്രോപ്പർ ടൂൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെയല്ല, ടെക്സ്റ്റിൻ്റെ ഓപ്ഷനിലേക്ക് കണ്ട അവിടെ ഒരു കഴ്സറിൻ്റെ സിമ്പൽ വന്നതായിട്ട് കാണാൻ പറ്റും ഐ ഡ്രോപ്പർ ടൂളിൻ്റെ എൻഡിൽ. എന്ന് പറഞ്ഞാൽ ഈ ടെക്സ്റ്റിന് അപ്ലൈ ചെയ്ത എല്ലാ ഓപ്ഷൻസും ഇപ്പോൾ എൻ്റെ ഈ ഐ ഡ്രോപ്പർ ടൂളിൽ നിൽക്കുകയാണ്. ഇനി ഞാൻ അത് ഏത് ടെക്സ്റ്റിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു, അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ആ ടെക്സ്റ്റിലേക്ക് ഇത് അപ്ലൈ ആവുന്നതാണ്. നമുക്ക് ഈ ടെക്സ്റ്റിലൊന്ന് ചെയ്ത് നോക്കാം. ഈ InDesign എന്ന് പറയുന്ന വേർഡിനെ ഞാൻ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇതേപോലെ സെലക്ട് ചെയ്തപ്പോഴത്തേക്കും ആ വേർഡും ഞാൻ മുകളിൽ എന്തൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഈ വേർഡിനും ലഭിച്ചിട്ടുള്ളതായി കാണാൻ പറ്റും. ഇങ്ങനെ ആ വേർഡിന് കൊടുത്തിരിക്കുന്ന മുഴുവൻ എഫക്റ്റ്, ഇപ്പോൾ പാരഗ്രാഫ് ആണെങ്കിൽ പാരഗ്രാഫിൻ്റെ എഫക്റ്റ് നമുക്ക് ഇതേപോലെ കൊടുക്കാനായിട്ട് പറ്റും. വ്യത്യസ്തവും രസകരവുമായ അറിവുകൾ നിറഞ്ഞ വീഡിയോകൾ നിങ്ങൾക്ക് മുന്നിലെത്തുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തുക.